ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അതും രാത്രികളിൽ ഹിൽ സ്റ്റേഷനിൽ വെച്ചുണ്ടായതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതിനു മുന്നേ. അപ്പൊ മേഡം പറയുന്നത് ആ വൃദ്ധനെ നേരിൽ കണ്ടു എന്നാണോ? ഹാലൂസിനേഷൻ മറ്റോ ആണോ ഇനി? ഐ ക്യാൻ ബിലീവ് ദിസ്. ഞാൻ വിചാരിച്ചത് അവിടെയുള്ള ഒരു വൃദ്ധൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്ക് അറിയാവുന്ന ആളെന്നാണ്. ബട്ട് ഹി കെയിം ഇൻ മൈ ഡ്രീം. സംതിങ് ഹോറിബിൾ. SI സാറിന് പണ്ടേ പ്രേതത്തിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് സാർ ഈ കേസ് ഒറ്റയ്ക്ക് പോയി തെളിയിക്കാൻ ചാൻസ് ഉണ്ട്. അത് പിന്നീട്. ഇപ്പൊ നീ പോയി FIR റിപ്പോർട്ട്സ് എടുത്തിട്ട് വാ. ഞാൻ ഇതൊന്ന് റെഫർ ചെയ്തിട്ട് വിതിൻ 2 days വരാം. ഓ തീർച്ചയായും. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് വിത്ത് ദിസ് ഫയൽ ഓഫീസർ. നോട്ട് എ പ്രോബ്ലം. പ്ലീസ് ഫോളോ മീ ദിസ് വേ. മേഡം എന്താവശ്യം ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. Again, extremely sorry. It's okay. Hello, sir. Asking regarding the reopening case progress. Certainly, sir. We will continue the investigation. The inquiry is in progress, sir. Yes, sir. I will visit the location today. Within a week, I will submit the report. Matching like പോയി actually. Thank you, sir. Sir, എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട് പറയാൻ. സർ, കേസ് റീഓപ്പൺ ചെയ്യണ്ടേ? എവിടെ തുടങ്ങും? ഇനി മേഡം വിടുന്ന മട്ടില്ല അല്ലേ? ഈ കേസ് ഇത്തിരി സ്ട്രോങ് ആവുന്ന മട്ടാണ്. ഇപ്പൊ IG ആണ് വിളിച്ചത്. അപ്പൊ തൊപ്പി തെറിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? സർ, അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട്. അയാൾക്ക് എന്തൊക്കെയോ അറിയാം. എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഈ രേവതി മേഡം കണ്ടെന്ന് പറയുന്നത് ആ മരണപ്പെട്ട പൂജാരി തന്നെയാണ്. പറഞ്ഞതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. സുധിൻ, നമുക്ക് റേഡിയോ സ്റ്റേഷൻ വരെ പോകണം. നീ വണ്ടി എടുക്കും. പ്രേതമടയിലോട്ട് ഇയാൾ അന്നയും കൊണ്ടേ പോകൂ. നിന്റെ ഡൗട്ട് മൊത്തം തീർത്തിട്ട് വന്നാൽ മതി കേട്ടോ. യെസ് സർ, പ്ലീസ്. പത്ത് വർഷം മുന്നേ ഹിൽ സ്റ്റേഷനിൽ നടന്ന ആക്സിഡന്റ് ഓർമ്മയുണ്ടോ? ഏത് ആക്സിഡന്റ്? എനിക്ക് ഓർമ്മയില്ലായില്ലല്ലോ. തനിക്ക് അറിയില്ലെന്ന് പറയുന്നത് പച്ചക്കള്ളം. താൻ കൊടുത്ത മൊഴി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഓർമ്മയുണ്ടോ? ഓ, മറ്റേ പൂജാരിയുടെ ആക്സിഡന്റ്. എന്താ സാറേ കാര്യം? താനല്ലേ അയാളെ തട്ടിയത്? ദൈവദോഷം പറയല്ലേ സാറേ. എനിക്ക് അയാളെ നേരിട്ട് അറിയോ പോലുമില്ല. പിന്നെ താനെന്തിനാ അറിയില്ലെന്ന് ആദ്യം പറഞ്ഞത്? അയാളുടെ ആക്സിഡന്റ് ദിവസം സംശയകരമായി വണ്ടികൾ വല്ലതും കണ്ടോ? ആരെങ്കിലും ഇവിടെ ചായ കുടിക്കാൻ വന്നിരുന്നോ? തനിക്കിതിൽ കൂടുതൽ എന്തെങ്കിലും അറിയുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമായാൽ തീർച്ചയായും ഞാൻ ഇയാളെ പരിപ്പെടുത്തും. സുധിൻ, വണ്ടി എടുക്ക്. റേഡിയോ സ്റ്റേഷൻ വരെ പോകണം. ഇതിലെന്തായാലും ദൈവത്തിനെ ഒരു കയ്യൊപ്പ് കാണും. അതിൽ പിടിച്ചു വേണം മുന്നോട്ട് പോവാൻ. ഇത് മറ്റേ കോഫി ഷോപ്പുകാരന്റെ മൊഴിയാണല്ലോ. അപ്പൊ അയാൾക്ക് വ്യക്തമായി അറിയായിരുന്നുവോ മരണപ്പെട്ട വ്യക്തി ആരാണെന്നോ? അയാൾ പിന്നെ എന്തിനാ അറിയില്ലെന്ന് പറഞ്ഞത്? എന്താ മോളെ ഇത്ര ഗൗരവകരമായി ചിന്തിക്കുന്നേ? ഞാൻ ഇടപെടണമോ? ആവോ, ഇത് മറ്റേ ഹിൽ സ്റ്റേഷൻ കേസ് ഫയലാണ്. ചില മൊഴികൾ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. എന്നാലും ആരാവും ഇതിന്റെ പിന്നിൽ? ഞാൻ ആദ്യം കരുതി ആരോരും ഇല്ലാത്ത ആളാണെന്നു. പക്ഷെ ആളൊരു ജന്മിയായിരുന്നു. ഒരുപാട് ഭൂസ്വത്തിനുടമ. പക്ഷെ സ്വത്തുക്കൾ മുഴുവനും അനാഥാലയത്തിന് കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പൊ സിമ്പിൾ അല്ലേ? ഇത് ഉറപ്പായും അയാളുടെ സ്വന്തം ആൾക്കാർ തന്നെ തീർത്തതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ സത്യം അധികകാലം മറച്ചു വെക്കാനാവില്ല. ആരും വന്നതുപോലെയല്ലേ? ടൈഗർ കിടന്ന് കുറയ്ക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് കറണ്ടും പോയി ഇൻവേർട്ടർ ഓൺ ചെയ്യട്ടെ. ടൈഗർ കിടന്ന് കൊരക്കുന്നുണ്ടല്ലോ. എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നു.
ഇതെന്ത് പറ്റി ഈ ലൈറ്റിന്? പെട്ടെന്ന് രേവതി അത് നോക്കിയേ. അയ്യോ രേവതി അത് നോക്കി. അയ്യോ അനുപമേ, ഇതാ ആ തിരുമേനി പണ്ട് ആക്സിഡന്റിൽ മരിച്ചതാ. തിരുമേനി, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഇവിടുന്ന് പൊക്കോ, പേടിയാവുന്നു. പേടിക്കേണ്ട, ഞാനൊന്നും ചെയ്യില്ല. എന്നെ സഹായിക്കുമോളെ. എന്നെ കൊന്നതാണ്. ഒന്നിനെയും വെറുതെ വിടരുത്. ഞാൻ അലയുകയാണ് മോക്ഷം കിട്ടാതെ. എന്നെ രക്ഷിക്കുമോളെ, രക്ഷിക്കൂ. അങ്ങേ ആരാ കൊന്നത്? പറയൂ, ആരാ കൊന്നത്? അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ സഹായിക്കാം. പെട്ടിക്കുള്ളിലുണ്ട് നിങ്ങൾ തേടുന്നതെല്ലാം. എല്ലാ അനുപമേ, എടി ചേച്ചി, അനുപമേ എഴുന്നേക്ക്. ഇന്നലെ എന്താ സംഭവിച്ചത്? എന്നാലും അതൊക്കെ റിയൽ ആയിരുന്നോ? ഓർക്കാൻ കൂടി വയ്യ. അച്ഛനും അമ്മയും ആന്റിയൊക്കെ ഇന്നല്ലേ വരുന്നേ? ടൈഗറിനെ നോക്കിയിട്ട് വരാം. ഓ ഗോഡ്, രക്ഷപ്പെട്ട് ടൈഗർ ഇവിടെ തന്നെയുണ്ട്. ടൈഗർ, നീ ഇന്നലെ രാത്രി എന്ത് കണ്ടാ പേടിച്ചു കരഞ്ഞത്? നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അത് മതി. നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ. Okay, buddy. Getting warm. Come on. I think it's cooler in there. ഇന്നലെ രാത്രി ഏട്ടൻ ഒരുപാട് വട്ടം വിളിച്ചു. ഫോൺ എടുക്കാത്തോണ്ട് ആള് നല്ല ദേഷ്യത്തിലാണ്. ഇതെങ്ങനെയാ പറയുന്നേ? ആത്മാവ് വന്നെന്നൊക്കെ. ചന്ദനത്തിന്റെ ഗന്ധം ഉണ്ടല്ലോ. ഇപ്പൊ ഇനി ആ തിരുമേനിയുടെ ആത്മാവ് വന്നതാണോന്നോ? രാധികെ, എനിക്ക് ഇന്ന് എന്തായാലും ഒരിടം വരെ പോണം. ആ തിരുമേനി താമസിച്ച വീട്ടില് ആ ആത്മാവ് പറഞ്ഞത് പ്രകാരം എന്തോ പെട്ടി ഉണ്ടെന്നല്ലേ? എനിക്കത് തേടണം.